നമസ്കാരം. ഡിസംബർ 11-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഭാരതീയ ജനതാ പാർട്ടി സജ്ജമായി കഴിഞ്ഞു. ഞാൻ ഇവിടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ കുമ്പള ഡിവിഷനിൽ മത്സരിക്കുകയാണ്. ഈ നാടിൻ്റെ സമഗ്ര വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. കഴിഞ്ഞ 11 വർഷമായി ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും മത്സരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: എല്ലാവർക്കും സമഗ്രമായ ഒരു വികസനം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നടത്തി വരുന്ന പദ്ധതികൾ, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടുന്ന പദ്ധതികൾ പലതും നമ്മുടെ ഭാഗങ്ങളിൽ, നമ്മുടെ ഏരിയകളിൽ എത്തുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയം കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി, 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി ശ്രീ നരേന്ദ്രമോദി സർക്കാർ നമുക്ക് വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് കേരളത്തിലെ സർക്കാർ ഏത് തരത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കർണാടകയിൽ ഒരു BPL കാർഡ് ഉടമ അവരുടെ ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലുകളിലും 5 ലക്ഷത്തിൻ്റെ ആയുഷ്മാൻ ഭാരത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ കേരളത്തിൽ അത് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മളെല്ലാവരും ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ജനങ്ങളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവർ വളർന്നു വന്ന് അവരുടെ മരണം വരെയുള്ള കാലയളവിൽ എല്ലാ പദ്ധതികളും നരേന്ദ്രമോദി സർക്കാർ നൽകുന്നു എന്നത് വാസ്തവം കൂടിയാണ്. എല്ലാവിധം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ആഹാരം, ഭക്ഷണമാണ്. എല്ലാ മനുഷ്യനും ഗരീബ് കല്യാൺ യോജന എന്ന പദ്ധതി പ്രകാരം എല്ലാ BPL കാർഡ് ഉടമകൾക്കും നരേന്ദ്രമോദി സർക്കാർ ധാന്യങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ എന്ന പദ്ധതിയിലൂടെ കുടിവെള്ളം, എല്ലാ വീടുകളിലും കുടിവെള്ളം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയിലൂടെ 6000 രൂപ വെച്ച് എല്ലാ കർഷകർക്കും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ 6000 രൂപ നരേന്ദ്രമോദി സർക്കാർ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വേണ്ടുന്ന എല്ലാ പദ്ധതികളും, ആവാസ് യോജന, നമ്മളുടെ ഒരു വ്യക്തിയുടെ വികസനം എന്ന് പറയുന്നത് അവന് പാർക്കാനുള്ള ഒരു ഇടമാണ്, അവന് കെട്ടുറപ്പുള്ള ഒരു വീട് എന്ന പദ്ധതിയാണ്. അത് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അമ്മ പെങ്ങന്മാർ എത്രയോ വർഷങ്ങൾ അവർക്ക് ശൗചാലയങ്ങളില്ലാതെ അവരുടെ മാനാഭിമാനങ്ങൾ പണയം വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ സാധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി ഒപ്പിട്ടത് ശൗചാലയം, അതായത് ഇതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ കേരളം ഏതു തരത്തിൽ വികസന പദ്ധതി നമുക്ക് നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനം, നമ്മൾ ഇന്ന് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ നാഷണൽ ഹൈവേ ഏത് തരത്തിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. റെയിൽവേ വികസനം, നമ്മുടെ സ്റ്റേഷനുകൾ, കാസർഗോഡ് സ്റ്റേഷൻ പോയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം റെയിൽവേ സ്റ്റേഷൻ ഏത് തരത്തിലാണ് വികസിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രെയിനുകൾ, വന്ദേ ഭാരത് പോലുള്ള പ്രധാനമുള്ള ട്രെയിനുകൾ, എത്ര തരത്തിലുള്ള വികസനമാണ്. അങ്ങനെ സമഗ്ര മേഖലകളിലും നരേന്ദ്രമോദി സർക്കാർ വികസനത്തിൻ്റെ പാതയിലൂടെ നടന്നു പോകുന്നത്. എന്നാൽ ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഏത് തരത്തിലാണ് ഇവിടെ വികസനം കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമലയിൽ നടക്കുന്ന അവിടുത്തെ കളവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, സ്വർണ്ണക്കളവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളെ കുറിച്ച്, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്പർ 1 ആരോഗ്യ മേഖലയാണെന്ന് ഇവിടെ LDF സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും ഇവിടുത്തെ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്നത് വാസ്തവം കൂടിയാണ്. ഇവിടുത്തെ LDFൻ്റെ നേതാക്കന്മാർ
അവർ ചെയ്യുന്നത് ഇന്ന് വിദേശങ്ങളിലേക്ക് ചികിത്സ തേടി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവ് പോലും ചികിത്സ തേടുന്നതിന് വേണ്ടി നമ്മുടെ ഭാരതത്തിലെ എയിംസുകളെയും അതുപോലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന വാസ്തവം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടു പോകുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുത്തു പോകുമ്പോൾ ഞാനൊരു ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയായ നമ്മുടെ കാസർഗോഡിൻ്റെ വികസനം മുരടിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജ് എല്ലാവരെയും മംഗലാപുരത്തെ ആശ്രയിക്കുന്ന ഒരു ഗതികേടാണ് നമുക്കുള്ളത്. കാസർഗോഡിൻ്റെ മെഡിക്കൽ കോളേജ് നമ്മളിവിടെ തറക്കല്ലിട്ട് ഇന്നും ആമയുടെ വേഗതയിൽ മന്ദഗതിയിൽ നടന്നുകൊണ്ട് പോവുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ അവസാന വർഷമാണ് നമുക്ക് അതൊരു മെഡിക്കൽ കോളേജായി 50 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജായി തന്നെ മാറി കഴിഞ്ഞത് എന്ന കാര്യം കൂടി ഓർക്കണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു നല്ല കോളേജ് പോലും ഇല്ലാത്ത കാസർഗോഡ്, അങ്ങനെ ഈ കാസർഗോഡ് നമ്മുടെ സപ്തഭാഷാ സംഗമ ഭൂമിയായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കാസർഗോഡ് ഒരു വികസന മുരടിപ്പാണ് നമുക്കിന്ന് LDFിൻ്റെയും UDFിൻ്റെയും ഭരണത്തിലൂടെ നമുക്കിവിടെ കാസർഗോഡിൽ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കാസർഗോഡിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കാൻ വിധത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മുടെ കാസർഗോഡിൽ കൊണ്ടുവന്ന് കാസർഗോഡത്തെ ഒരു ഉന്നതിയിലെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകി ബഹുഭൂരിപക്ഷത്തോടു കൂടി എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നടത്ത SIR ലിസ്റ്റിൽ ഇല്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.